ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസ്യൂമറുടെ വരുമാനത്തിൽ മാറ്റമില്ലാതിരിക്കുക, രണ്ടാമത്തെ വസ്തുവിൻ്റെ വിലയിലും മാറ്റമില്ല, ഒന്നാമത്തെ വസ്തുവിൻ്റെ വിലയിൽ വർധനവോ കുറവോ വരുമ്പോൾ ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു വന്നത്. ഇനി നമ്മൾ കൺസ്യൂമറുടെ വരുമാനത്തിൽ മാറ്റമില്ലാതിരിക്കുകയും അതുപോലെ ഒന്നാമത്തെ വസ്തുവിൻ്റെ വിലയിലും മാറ്റമില്ലാതിരിക്കുക, എന്നാൽ രണ്ടാമത്തെ വസ്തുവിൻ്റെ വിലയിൽ വർധനവോ കുറവോ സംഭവിക്കുമ്പോൾ ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ്, വാട്ട് ഈസ് ദ ഇഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് സെക്കൻഡ് ഗുഡ് ഓൺ ദ ബജറ്റ് ലൈൻ? രണ്ടാമത്തെ വസ്തുവിൻ്റെ വില വർദ്ധിച്ചാൽ ബജറ്റ് ലൈനിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും? ഡയഗ്രമാറ്റിക്കലി നമ്മൾ അത് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ദ പ്രൈസ് ഓഫ് ദ സെക്കൻഡ് ഗുഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഏർലിയർ you know there are two goods and P1, P2 prices of P1 is the price of first good and P2 is the price of second good, and you know M is the income of the consumer. So this situation la budget line, this is x-axis and y-axis. Here good 2 and good 1, amount of good 1 is denoted in the x-axis and good 2 in y-axis, and the budget line is, this is the budget line, and in budget line you know A, B is the budget line. Here A point A denotes vertical intercept M by P2, and B denotes good 2, B denotes M by P1, horizontal intercept. So M by P1 is the horizontal intercept and M by P2 is the vertical intercept, that you know. And suppose that the price of the second good increased. രണ്ടാമത്തെ വസ്തുവിൻ്റെ വില കൂടുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, P1, that is the price of the first good, and the income of the consumer remains constant. That means there is no change in P1 and M. ഒന്നാമത്തെ വസ്തുവിൻ്റെ വിലയിലും മാറ്റമില്ല, കൺസ്യൂമറുടെ വരുമാനത്തിലും മാറ്റമില്ല. ബട്ട് P2, ദാറ്റ് മീൻസ് പ്രൈസ് ഓഫ് ദ സെക്കൻഡ് ഗുഡ്, രണ്ടാമത്തെ വസ്തുവിൻ്റെ വിലയിൽ ഒരു ഇൻക്രീസ് സംഭവിച്ചു. ദാറ്റ് മീൻസ് P2 ഇൻക്രീസ്ഡ് ടു P2 ഡാഷ്. ഈ സിറ്റുവേഷനിൽ ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, P2 ഡാഷിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ P2വിൽ ഒരു വില വർധനവ് വരുമ്പോൾ, രണ്ടാമത്തെ വസ്തുവിൻ്റെ വിലയിൽ വർധനവ് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപഭോക്താവിന് രണ്ടാമത്തെ വസ്തുവിൻ്റെ ഉപഭോഗം ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. The consumer must have to reduce the consumption of the good too. ഓക്കെ, കാരണം രണ്ടാമത്തെ വസ്തുവിൻ്റെ വില കൂടുകയാണ് ചെയ്തത്. സോ ഇഫ് ദ കൺസ്യൂമർ ഈസ് സ്പെൻഡിങ് ഓൾ ഹിസ് ഇൻകം ടു പർച്ചേസ് ഗുഡ് ടു, കൺസ്യൂമറിന് OA എന്ന് പറയുന്ന അളവ് ഗുഡ് വാങ്ങാൻ കഴിയും. ബട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ, അതായത് രണ്ടാമത്തെ വസ്തുവിൻ്റെ വില കൂടിയാൽ കൺസ്യൂമറിന് ഇതിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ വസ്തുവിൻ്റെ പ്രൈസിൽ യാതൊരു മാറ്റവും ഇല്ലാത്തതിനാൽ ഒന്നാമത്തെ വസ്തുവിൻ്റെ അളവിൽ, വാങ്ങുന്ന അളവിൽ, ഉപഭോഗം ചെയ്യുന്ന അളവിൽ ഉപഭോക്താവിന് മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബജറ്റ് ലൈനിൻ്റെ ഹൊറിസോണ്ടൽ ഇൻറ്റർസെപ്റ്റിന് യാതൊരു ചേഞ്ചും വരില്ല. ബട്ട് there will be a change in the vertical intercept. Vertical interceptന് മാറ്റം വരും. കാരണം അളവ്, അതായത് രണ്ടാമത്തെ വസ്തുവിൻ്റെ അളവ് കൺസ്യൂമർ കുറയ്ക്കേണ്ടി വരും. Here it is A dash. Earlier, if the consumer spends his entire income to purchase
good 2, then he can purchase a amount of good 2, but due to the increase in the price of second good, the consumer must have to reduce its consumption if he spends his entire income to purchase good 2. എത്ര അളവേ ഗുഡ് 2 ഇപ്പോൾ വാങ്ങാൻ കഴിയൂ കൺസ്യൂമറിന്? OA dash. So this will be the new budget line. ഇതായിരിക്കും പുതിയ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ. ആൻഡ് നൗ ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വാട്ട് അബൌട്ട് ദ ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്? എന്താണ് ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിന്? ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിന് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. സോ വി ക്യാൻ സേ horizontal interceptil no change. Horizontal intercept no change. Horizontal interceptil യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ഓക്കെ. Then take the case of vertical intercept. Vertical intercept മാറി. Vertical intercept എന്തായി? Earlier it is m by p2. Now it is m by p2 dash. M by p2 dash. Now it is m by p2 dash because there is a change or there is a increase in the price of second good. അതുകൊണ്ട് അളവ് പഴയ അളവിൽ കൺസ്യൂമറിന് വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് താഴോട്ട് പോകും. സോ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് decreases. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കുറയുകയാണ് ഉണ്ടായത്. m by p2 എന്ന വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് m by p2 dash ആയി. ഓക്കെ. ദെൻ തേർഡ് ഈസ് വാട്ട് അബൌട്ട് ദ സ്ലോപ്പ്? ബഡ്ജറ്റ് ലൈൻ്റെ ചെരിവിന് എന്താ സംഭവിച്ചത്? initial budget line is AB. AB is the initial budget line. Now the new budget line is A dash B. So what about the steepness? A dash B എന്ന് പറയുന്ന ബഡ്ജറ്റ് ലൈൻ എ ബി എന്ന ബഡ്ജറ്റ് ലൈനേക്കാളും കുറച്ചുകൂടി ഫ്ലാറ്റ്നസ് ഉണ്ടാവുകയാണ് ചെയ്തത്. ദാറ്റ് മീൻസ് എ ബി ഈസ് മോർ സ്റ്റീപ്പർ ദാൻ എ ഡാഷ് ബി. എ ബി ആണ് എ ഡാഷ് ബിനേക്കാളും സ്റ്റീപ്പർ. നിങ്ങൾക്കറിയാം സ്റ്റീപ്നെസ് കൂടും തോറും സ്ലോപ്പ് കൂടും. സോ എ ബി ഈസ് മോർ steeper than A dash B. So the slope of the budget line A dash B falls. അതായത് എ ബിനേക്കാളും കുറഞ്ഞ സ്ലോപ്പാണ് എ ഡാഷ് ബിക്ക് ഉള്ളത്. സോ ചെരിവ് കുറയുകയാണ് അവിടെ സംഭവിച്ചത്. സ്ലോപ്പ് ഡിക്രീസസ്. സ്ലോപ്പിൻ്റെ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എ ബി ഈസ് മോർ സ്റ്റീപ്പർ ദാൻ എ ഡാഷ് ബി. Therefore, the slope of the budget line falls when the new budget line changed from AB to A dash B. AB എന്ന ബഡ്ജറ്റ് ലൈനിൽ നിന്ന് A dash Bയിലേക്ക് പോയപ്പോൾ ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് കുറയുകയാണ് ഉണ്ടായത്. സോ സ്ലോപ്പ് ഡിക്രീസസ്. So these are the effects. There is an increase in the price of second good. Horizontal interceptൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. M by P1 remains same. Vertical intercept decreases. Vertical intercept decreased from M by P2 to M by P2 dash. Vertical intercept കുറഞ്ഞു. And the slope of the budget line also decreases. പുതിയ ബഡ്ജറ്റ് ലൈൻ എ ഡാഷ് ബി ആണ്. എ ഡാഷ് ബിയുടെ സ്ലോപ്പ് ആദ്യത്തെ ബഡ്ജറ്റ് ലൈനായ എ ബിനേക്കാളും കുറവായിരിക്കും. ചെരിവ് കുറയുകയാണ് ഉണ്ടായത്. സോ ദീസ് ആർ ദ ഇഫക്ട്സ് ഓഫ് ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് സെക്കൻഡ് ഗുഡ് ഓൺ ദ ബഡ്ജറ്റ് ലൈൻ. ഓക്കെ. നൗ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ
പ്രൈസ് ഓഫ് ദ സെക്കൻഡ് ഗുഡ് കുറഞ്ഞാൽ, ഡിക്രീസ് ചെയ്താൽ ബജറ്റ് ലൈനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.